ഹലോ, ട്രൈ ചെയ്തതിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ഇത് നമ്മൾ പുളിവ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്കിതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പുളി, മഞ്ഞൾ, ലെമൺ ഇതെല്ലാം ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഇടുക. ആദ്യം നിങ്ങളുടെ കയ്യിലോ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇറിറ്റേഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഇട്ട് നോക്കുക. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചിലപ്പോൾ ഇത് സൂട്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലെ നല്ല കട്ടിയിലുള്ള പുളിവെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പുളിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. കുറച്ച് നേരം നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ചെറിയ ഒരു കഷ്ണം പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല കട്ടിയുള്ള പുളിവെള്ളം കിട്ടും. ഇങ്ങനെ നല്ല കട്ടിയുള്ള പുളിവെള്ളം 2 ടേബിൾ സ്പൂണോളം എടുക്കുക. നമുക്കിത് ഫേസിലേക്കും കഴുത്തിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കൈകളിലെല്ലാം നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ടാനെല്ലാം മാറാൻ നന്നായി സഹായിക്കും. നമുക്കിത് വേണമെങ്കിൽ ഒരു നാച്ചുറൽ ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ചെറിയ രോമെല്ലാം ഒന്ന് കളറ് മാറാനെല്ലാം സഹായിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടലമാവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി. കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത്. ഈ 3 സാധനം മാത്രമേ വേണ്ടൂ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ അടുക്കളയിലും ഈ ഒരു 3 സാധനവും അവൈലബിൾ ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുത്തതിന് ശേഷം നമ്മളെ ഫേസ് നല്ലോണം ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർക്കുലർ മോഷന് താടിൻ്റെ ഭാഗത്തുനിന്ന് മുഖത്തിന് മേലയിലേക്ക് സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടും. മസാജിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫേസിലേക്ക് വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് മിനിമം നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. 25 മിനിറ്റ് ഇത് ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാന്നാണെങ്കിൽ നല്ലൊരു ഗ്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുക്കുന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് ഇത് റിമൂവ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ കട്ടി കുറഞ്ഞ രോമമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളറെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുന്ന നേരം ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അപ്പം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എനിക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ, അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ എല്ലാം കമൻസ് എല്ലാം വായിച്ച് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.